മുരിങ്ങയില മുട്ട തോരൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ല ചള്ള ഇല എടുക്കണം. ചള്ള ഇല പറഞ്ഞാൽ അധികം മൂക്കാത്ത ഇല വേണം എടുക്കാനായിട്ട്. അത് 4 തണ്ട് എടുത്തിട്ടുണ്ട്. അതൊരു പിടി മുരിങ്ങയില വേണം. പിന്നെ അതുപോലെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 10 ചുവന്നുള്ളി ചെറുതാക്കി നുറുക്കിയത്, പിന്നെ പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 1 എണ്ണം, 1 കപ്പ് തേങ്ങ ചെരിയത്, താളിക്കാനായിട്ട് കടുക്, ജീരകം, വറ്റൽമുളക്, വേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 നുള്ളു മതി, മുളക് പൊടി ആവശ്യത്തിന്. മുരിങ്ങയുടെ ഇല നമ്മൾ ആദ്യമേ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞ് വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് വേണം നന്നാക്കി എടുക്കാനായിട്ട്. അപ്പോൾ 1 പിടി മുരിങ്ങയുടെ ഇലയാണ് ഞാൻ എടുത്തുള്ളത്. നല്ലോണം അയൺ കണ്ടൻ്റ് ആയിട്ടുള്ളതാണ് മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇല നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അപ്പോൾ മുട്ടയും കൂടി ചേരുമ്പോൾ നല്ല ഹെൽത്തി തോരനാണ്. അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ച് നമുക്ക് ഉപ്പും മുളകും കൂടി ഇട്ട് പാകമാക്കി മാറ്റി വയ്ക്കാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പം ഞാൻ ഉപ്പും മുളക് പൊടിയേ ചേർക്കണുള്ളൂ. 1 നുള്ളു ഉപ്പ്, പിന്നെ മുളക് പൊടി ആവശ്യത്തിനും കൂടി ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, അതും കൂടി. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇപ്പം ഞാൻ മുളക് പൊടി ഉപ്പാണ് ചേർത്തുള്ളത്. എന്നിട്ട് നല്ലോണം കലക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പുമ്മ വെച്ച് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. ഫ്ലെയിം ഓണാക്കി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ജീരകവും കൂടി ചേർക്കേണ്ടത്. അതാണ് നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. കടുകും ജീരകവും ഏകദേശം ഒരുപോലെ പാകമായിക്കോളും. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടുണ്ട് കണ്ട. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ മുട്ടത്തോരലിൽ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ ആരും ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻസ് മുരിങ്ങയുടെ ഇല മുട്ടത്തോരനിൽ ജീരകം ചേർക്കുന്നത്. നല്ല ജീരകമാണ് ചേർത്തുള്ളത്. ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് ഒരു വറ്റൽമുളക് 2ആയി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ വേപ്പില, പിന്നെ അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി. അതൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് വാടി വരുമല്ലോ. ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതേ കണ്ടില്ലേ, കളറൊന്ന് ചേഞ്ച് ആവുമ്പോൾ മഞ്ഞൾപ്പൊടി 1 നുള്ളി ചേർക്കാം, മഞ്ഞ കളർ കിട്ടാനായിട്ട്. അതിനുശേഷം നമ്മൾ മുട്ട മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് നല്ലോണം ചിക്കി പൊരിക്കാം. ഇത് നല്ലോണം ഇങ്ങനെ ചിക്കി പൊരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം ചിക്കി പൊരിക്കണം. അപ്പം നമ്മൾ നന്നാക്കി വെച്ച മുരിങ്ങയുടെ ഇല നല്ലോണം വെള്ളം വാർന്ന് കളയണം. നല്ല കിളുന്ത ഇലയാണ്. അത് നമ്മൾ ചെറിയൊരു തണ്ടുണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാതും മാറ്റി കളഞ്ഞിട്ട് ചെറിയ തണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ചള്ളായ കാരണം. എന്നിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ഇളക്കി യോജിപ്പിക്കാം നല്ലോണം. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച നാളികേരം ഉണ്ടല്ലോ, ചെരുവിയത് 1 കപ്പ് നാളികേരമുണ്ട്, അതും കൂടി ചേർക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയുടെ ഇല മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മൂടി തീ സിമ്മിലിട്ടിട്ട് വേവിക്കാം. അപ്പം നമ്മളതിൻ്റെ ലിഡ് തുറന്നിട്ട് ആവശ്യത്തിന് മുരിങ്ങയുടെ ഇലയ്ക്കും അതുപോലെ നാളികേരത്തിനും വേണ്ട ഒരു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. നമ്മൾ മുട്ടയിലേക്ക് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വേണം ഒന്നും കൂടി ഒന്ന് ഇളക്കി മൂടി വയ്ക്കാനായിട്ട്. ഉപ്പ് എല്ലായിടത്തേക്കും ആവണ സൈസാക്കി. അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയുടെ ഇല മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട്. 1 മിനിറ്റും കൂടി നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂടിയ തുറക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയുടെ ഇല മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട്. നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴാണ് ഒന്നും തൊടാണ്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. മുട്ടയും അതുപോലെ മുരിങ്ങയുടെ ഇലയും തേങ്ങയാണ് നമ്മളിതിൽ ചേർത്തുള്ളത്. ഇതിപ്പോൾ ജീരകം ചേർത്ത കാരണം ടേസ്റ്റ് കൂടും ചെയ്യും. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.